1961 ഞാൻ SSLC പാസ്സായി. ഹരിപ്പാട് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ എന്ന് പറയാൻ പറ്റില്ല, ഹരിപ്പാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന്. ബോയ്സ് ഹൈസ്കൂളൊക്കെ പിന്നീട് വന്നതാണ്. 61 അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള കോളേജ് സനാതന ധർമ്മ കോളേജ് ആലപ്പുഴ കളർകോടാണ്. അന്ന് അവിടെ വന്നിട്ട് കെമിസ്ട്രി മുഖ്യ വിഷയവും ഫിസിക്സ് സബ്സിഡിയറി ആയിട്ട് എടുത്ത് അവിടെ ചേരുകയാണ്. അപ്പോൾ നല്ല സൗകര്യങ്ങളുണ്ട്. ഈ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു ബസ് കൺസെഷൻ KSRTCയിൽ യാത്ര ചെയ്ത് ഹരിപ്പാട് കളർകോട് ഏതാണ്ടൊരു 25-30 കിലോമീറ്റർ താഴെയുള്ളൂ, വന്ന് പോവാം. ഇല്ലെങ്കിൽ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ താമസിച്ചൊക്കെ പഠിക്കാം. അങ്ങനെ പഠിക്കാത്ത സൗകര്യത്തിന് അവിടെ ചെന്ന് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് ഈ റിസോഴ്സസ് താരതമ്യേന അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്ന ഘട്ടം. ഞാൻ പഠിച്ച് 2 കൊല്ലം പഠിക്കുമ്പോഴത്തേക്ക് എൻ്റെ അനിയന്മാരും ഒക്കെ പഠിച്ച് SSLC കഴിഞ്ഞ് അടുത്ത പഠനത്തിന് തയ്യാറായി വരുന്നു. എല്ലാവരെയും കൂടെ അങ്ങനെ പഠിപ്പിക്കാനൊന്നും ശേഷിയില്ല. അപ്പോൾ ഞാൻ പൊതുവെ എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു ജോലി ലഭിച്ചാൽ ഇതിനൊരു പരിഹാരമാകും. അതുകൊണ്ട് ജോലിക്ക് വേണ്ടി തയ്യാറാകാൻ തീരുമാനിച്ചു. അന്നത്തെ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ടെലിഗ്രാഫ്, അതായത് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റാണെന്നുള്ളത്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റ്, ടെലിഗ്രാഫ് എൻജിനീയറിംഗ് വകുപ്പിൽ ടെലിഫോൺ ഓപ്പറേറ്ററായിട്ട് ജോലി കിട്ടും. SSLCയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സെലക്ഷൻ, വേറെ യാതൊരു ഘടകവുമില്ല. ചെറിയ തോതിൽ മെഡിക്കൽ ടെസ്റ്റോ മറ്റോ ഉണ്ട്. ശബ്ദം ഈ ടെലിഫോണിൽ കൂടെ ഒരറ്റത്തുനിന്ന് കേട്ടാൽ മറ്റേ അറ്റത്ത് നിൽക്കുന്ന ആളിന് വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിവുണ്ടോ എന്നൊരു ടെസ്റ്റ്, ആ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് ആദ്യമേ ആ ടെസ്റ്റ് എടുത്തിട്ടാണ് അവർ ട്രെയിനിങ്ങിന് അയക്കുന്നത്. 2 മാസത്തെ ട്രെയിനിങ് തിരുവനന്തപുരം തൈക്കാട് ടെലിഗ്രാഫ് ട്രെയിനിങ് സെൻറ്ററിൽ ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നു. അത് ട്രെയിനിങ്ങിന് പോകുന്നത് കോളേജിൽ നിന്ന് അനുവാദമൊന്നും വാങ്ങിക്കാനാണ്. ട്രെയിനിങ് കോൾ കിട്ടി, ഞാൻ പോയി അങ്ങ് ചേരുകയാണ്. എല്ലാ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും സന്തോഷമായി ജോലി കിട്ടുമല്ലോ. 2 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ 110 രൂപ അടിസ്ഥാന ശമ്പളത്തിൽ ജോലി കിട്ടും. പ്രതിമാസം 110 രൂപ വലിയൊരു സംഖ്യയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ 2 സ്ഥലത്ത് അപേക്ഷിച്ചിരുന്നു. തൃശ്ശൂർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ടെലിഗ്രാഫ് എഞ്ചിനീയറിംഗ് ഡിവിഷനാണ്. തിരുവനന്തപുരം ഡിവിഷൻ, അതും ടെലിഗ്രാഫ് എഞ്ചിനീയറിംഗ് ഡിവിഷൻ അല്ല, നമ്മുടെ മറ്റ് ഡിവിഷൻ പോലല്ല. എനിക്ക് തിരുവനന്തപുരത്തും തൃശ്ശൂരും 1ാം റാങ്കായിട്ട് തന്നെ സെലക്ഷൻ കിട്ടി. അന്ന് ആദ്യമായിട്ട് ഏകദേശം ഈ സ്ത്രീകൾ മാത്രം നിയമിതരാകുന്ന ടെലിഫോൺ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് കുറച്ച് പുരുഷന്മാരെ കൂടി എടുക്കാൻ സർക്കാർ തീരുമാനിക്കുകയും 16 സ്ത്രീകളെ എടുത്ത കൂട്ടത്തിൽ 4 പുരുഷന്മാരെ കൂടെ എടുത്തു. അതിലൊന്ന് എനിക്ക് കിട്ടി. എൻ്റെ കൂടെയുള്ള ഒരു കൃഷ്ണൻകുട്ടിയും ശിവരാജനും നാരായണസ്വാമിയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ സർവീസ് ചെയ്തിരുന്നു. ഇപ്പം മിക്കവാറും ഇല്ല തന്നെ തോന്നുന്നു. ആ ജോലി ആലപ്പുഴ തന്നെ കിട്ടിയപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ആശയം ഉടലെ ചെയ്തു. ഈ ടെലിഫോൺ ഓപ്പറേറ്റർ ജോലി വൈകുന്നേരം പകൽ 4:40 മുതൽ 12 വരെയും രാത്രി 12 മണി മുതൽ രാവിലെ 6:30 വരെയും ചെയ്താൽ ടച്ച് പൂർണ്ണമാകും. അപ്പോൾ 0 to 6:30 എന്ന് പറയും. രാത്രി സമയത്ത് ഞങ്ങൾ 0 എന്ന് പറയും. 24 അവേഴ്സാണ് ഞങ്ങളുടെ സമയം, 0 മുതൽ 24 അവേഴ്സ്. അപ്പോൾ അങ്ങനെ ആ ഒരു സൗകര്യം ഉപയോഗിച്ച് തുടർന്ന് പഠിക്കാം എന്നൊരു മോഹം ഉള്ളിൽ ചെന്ന് ഞാൻ തിരിച്ച് SD കോളേജിലേക്ക് ചെന്നു. അവിടുത്തെ ക്ലാർക്കും ടൈപ്പിസ്റ്റും സൂപ്രണ്ടും ഒക്കെ ആയിരുന്ന എല്ലാ സർവ കലാവല്ലഭനായ ചന്ദ്രൻ, അദ്ദേഹമാണ് അവിടുത്തെ അഡ്മിഷനൊക്കെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം വിചാരിച്ചാൽ എന്ത് നടക്കുമെന്നൊരു പ്രതീക്ഷയിൽ അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞെ ഇത് നടക്കില്ലല്ലോ, നീ 2 മാസമായിട്ട് ഇവിടെ വന്നിട്ടില്ല. അഖിലേശ്വരയ്യർ എന്ന വലിയ ഒരു തിമിംഗലമാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ, AV അഖിലേശ്വരയ്യർ.
അദ്ദേഹം അങ്ങനെ ഇങ്ങനെയൊന്നും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും നിൽക്കുന്ന ആളല്ല. ആ പേര് കൊണ്ട് തന്നെ അഖിലേഷ്. അതിനു മുമ്പ് രാമനാഥൻ എന്നൊരു ആളായിരുന്നു. അദ്ദേഹം കുറച്ച് സൗമ്യനായിരുന്നു. അഖിലേശ്വര് ഞാൻ പോകുമ്പോഴും അഖിലേശ്വരയാണ് 2 മാസം കഴിഞ്ഞ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചന്ദൻ ചേട്ടനൊരു കാര്യം ചെയ്യണം, എന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിലൊന്ന് ചെന്ന് നിൽക്കാൻ അവസരം തന്നാൽ മതി, ബാക്കി ഞാൻ പരിശ്രമിക്കട്ടെ. അതിനൊന്നും വിരോധമില്ല, വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹം രജിസ്റ്ററൊക്കെ എടുത്ത് എന്നെയും കൊണ്ട് AV അഖിലേശ്വരയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി. അപ്പോൾ ചന്ദ്രന ചേട്ടനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഇവിടെ ഫൈനൽ ഇയർ BSc ആണ്, ഫീസ് അടച്ചിട്ടില്ല. ഫൈനൽ ഇയറിന് 150 രൂപ ഫീസ് അടയ്ക്കണം, എന്നാലേ തുടങ്ങാൻ പറ്റുള്ളൂ. അത് അടക്കേണ്ട സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങ് ട്രെയിനിങ്ങിന് പോകുന്നത്. ഫീസ് അടച്ചിട്ടില്ല, ഇപ്പോൾ എനിക്ക് തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് റെക്കോർഡൊക്കെ നോക്കിയിട്ട് പ്രിൻസിപ്പാളിന് പറഞ്ഞു, വൈ ദിസ് ബോയ് ഈസ് നോട്ട് റിമൂവ്ഡ് ഫ്രം ദി റോൾസ് എന്ന് സർവാധികാരിക്കാരനായ ചന്ദ്രനോട് ചോദിക്കും. അപ്പോൾ അദ്ദേഹം അത്രേ ഉള്ളൂ. യെസ്, സിൻസ് ഹി ഈസ് നോട്ട് റിമൂവ്ഡ് ആൻഡ് സിൻസ് ഹി ഈസ് വില്ലിംഗ് ടു കം ആൻഡ് സ്റ്റഡി, വി കനോട്ട് ബി ഡിനൈഡ് ദാറ്റ്. അങ്ങനൊരു, ഞാൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നീതി എന്നോട് അദ്ദേഹം പെട്ടെന്ന് കാണിച്ചു. അപ്പോൾ ശരി, ഐ ഗീവ് യു എ വീക്സ് ടൈം ടു റെമിറ്റ് ദി ഫീ. 150 രൂപ അടക്കണ്ടേ? അങ്ങനെ പെട്ടെന്ന് ഒരു ആഴ്ച സമയം എനിക്ക് അനുവദിച്ച് കിട്ടി. ഈ 150 രൂപ എന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് 15 ലക്ഷം രൂപ ഉണ്ടാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അന്ന്. ഇന്നിപ്പോൾ നമുക്ക് 15 ലക്ഷം രൂപ വേണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടെന്ന് ആരോടെങ്കിലും ചോദിച്ചത്. പക്ഷേ ഇത് കേട്ടിട്ട് ഞാൻ നേരെ ഹരിപ്പാടല്ല വസതിയിലേക്ക് പോയി. എനിക്ക് ഈ 150 രൂപയൊക്കെ പെട്ടെന്ന് തരാൻ പര്യാപ്തരായ ബന്ധുക്കളുണ്ട്. അങ്ങനെ ഒരു ബന്ധുവിന് ഞാനൊരു കത്തയച്ചു, ഇങ്ങനൊരു ആവശ്യമുണ്ട്. ആ കത്ത് കിട്ടിയ അന്ന് തന്നെ അദ്ദേഹം വളരെ ശുഷ്കാന്തിയോടുകൂടി ഒരു ഇൻലൻഡിൽ എനിക്ക് മറുപടി അയച്ചു. എന്താണ് അതിൻ്റെ സാരാംശം? എൻ്റെ അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തൊക്കെ ബാങ്കിലിട്ടിരിക്കുകയാണ്. അമ്മ ഒരു അല്പം നർമ്മം കൂടി ചേർത്ത് പറയും, അവിടെ അദ്ദേഹം ഇട്ട് കഴിഞ്ഞ് വേറെ ആരുണ്ടൊക്കെ കൊണ്ട് ബാങ്കിൽ പണം ഇട്ടു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറെ പണം വന്നു പോയി. അതെടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തരാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞതിന് കാരണം ബാങ്കിൽ പണം കിടക്കുക എന്നാണ് പറഞ്ഞത്. പോട്ടെ, ഇത് നർമ്മമായിട്ട് കണക്കാക്കിയാൽ മതി. അമ്മയാണത് കൂടുതൽ നർമ്മത്തിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് തരാൻ മനസ്സുണ്ടായില്ല, അത്ര മാത്രമേ ഉള്ളൂ. തന്നിരുന്നെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് അദ്ദേഹത്തോടുള്ള മനോഭാവത്തിനൊന്നും മാറ്റം വരുമായിരുന്നില്ല. ഇന്നും മാറ്റം വന്നിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, എൻ്റെ അച്ഛൻ്റെ അനിയനാണ്. മറ്റൊരു സഹായം തേടി എൻ്റെ അമ്മ വീട്ടിലേക്ക് പോയി. അമ്മ വീട്ടിൽ വലിയ തറവാട കേട്ടോ. ഞങ്ങളുടെ അമ്മ വീട്ടിൽ 6-7 അംഗങ്ങൾ, നല്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ അമ്മാവന്മാരൊക്കെ ഉണ്ട്, പട്ടാളക്കാരായ അമ്മാവന്മാർ, വരുമാനമുള്ളവരൊക്കെ ഉണ്ട്. എങ്കിലും പെട്ടെന്ന് ചെന്ന് ആരെങ്കിലും അവിടെ ഉണ്ടാവണ്ടേ. അപ്പോൾ ആദ്യത്തെ പ്രധാനപ്പെട്ട വീട്ടിൽ ചെന്നിട്ട് അവിടെ പ്രയോജനമായിട്ടെന്ന് എനിക്കറിയാം. വേറൊരു വീട്ടിലേക്ക് ചെന്ന് ഞാൻ, ബോംബെ കമ്പനിയിൽ നിന്ന് മറ്റു ജോലി അവസാനിപ്പിച്ച് വന്ന എൻ്റെ ഒരു മുത്തച്ഛൻ, എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരിയുടെ ഭർത്താവ്, അവിടെ റിട്ടയർമെൻറ്റിന് ശേഷം വന്ന് കുറച്ച് പൈസ ഉള്ളത് പോസ്റ്റ് ഓഫീസിലൊക്കെ ഇട്ടേച്ച് അവിടെ ഇരിക്കുന്നതാണ് എനിക്കറിയാം. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചാൽ ഗുണം കിട്ടുമോ? അവിടെ ചെന്ന് പണം ഞാൻ ചോദിച്ചില്ല, എൻ്റെ സങ്കടം പറഞ്ഞു, ഇങ്ങനൊരു അത്യാവശ്യത്തിനാണ്. അപ്പോൾ അദ്ദേഹം വളരെ ഓണസ്റ്റായിട്ട് പറഞ്ഞു, പണമുണ്ട്, അത് ഞാൻ പോസ്റ്റ് ഓഫീസിൽ ഇട്ടിരിക്കുക, അത് ഈ പത്മിനിയുടെ വിവാഹത്തിന് വേണ്ടിയുള്ള, അത് ഞാൻ തൊടില്ല. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി വച്ചിരിക്കുന്നതാണ്, അദ്ദേഹം അത് തൊടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും എനിക്ക് ഇച്ഛാഭംഗമായി. ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി അല്പം കിഴക്കോട്ട് മാറിയാണ് നാഷണൽ ഹൈവേ. നടന്നിങ്ങി പോരാൻ നേരത്ത് പുറകിൽ നിന്ന് കൈകൊട്ടി വിളിച്ചെന്നെ ഈ മുത്തശ്ശൻ, കൈ കാണിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. ഈ കല്യാണം കഴിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സഹോദരി ചേച്ചി പറഞ്ഞു അത്രയും, ഈ 150 രൂപ കൊടുക്ക്, അവനത് തിരിച്ചു തരും, നീ അഥവാ തന്നില്ലെങ്കിൽ അത്രയും കുറച്ച് മതി,
പ്രശ്നം ഇത് കേട്ട് എന്നെ തിരിച്ചു വിളിച്ചു. കുഴപ്പമില്ലല്ലോ. അവിടെ ചെന്നു. എന്നെ അവിടെ ഇരുത്തിയിട്ട് പുള്ളി കീരിക്കാട് പോസ്റ്റ് ഓഫീസാണ്. അവിടെ പോയി അദ്ദേഹത്തിൻ്റെ പാസ്ബുക്കും ഒക്കെ എടുത്തുകൊണ്ട് കീരിക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് 350 രൂപ എടുത്തുകൊണ്ട് തന്നു. അതുകൊണ്ട് അപ്പം തന്നെ നേരെ ബസ് കയറി. ഏതാണ്ട് ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കാര്യം നടന്നു. SD കോളേജിൽ വന്ന് ഈ ഫീസ് അടച്ചു. ഫീസ് അടച്ച് ഞാൻ കോളേജിലും ചേർന്നു. കോളേജിൽ നിന്ന് ഫുൾ ടൈം ക്ലാസ്. അപ്പോൾ എനിക്ക് പ്രൊഫസർ ബാലകൃഷ്ണപിള്ള എന്നാണ് എൻ്റെ കെമിസ്ട്രി പ്രൊഫസറുടെ പേര്. ഞങ്ങൾ തമ്മിലൊരു അകന്ന ബന്ധം ഉണ്ടെന്ന് പിൽക്കാലത്ത് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അടുത്ത ബന്ധമൊന്നും. കെമിസ്ട്രി ഫിസിക്സും ആണല്ലോ എല്ലാവർക്കും അറിയാം. ഇത് എഴുതേണ്ട എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യണം, ലാബ് ഉണ്ട്, എക്സ്പെരിമെൻ്റ് ചെയ്യണം, ഒക്കെ കുറച്ച് പണിയുണ്ട്. അതിനൊക്കെ മാർക്കുമുണ്ട്. 3rd ഇയറിലാണ്, 2nd ഇയറിലാണ് ഞാനിത് അപേക്ഷിച്ച. 3rd ഫൈനൽ ഇയറാണ്. ഒട്ടും മുടങ്ങാതെ അത് തുടർന്ന് പഠിക്കാം എന്നുണ്ടാകും. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് സെപ്റ്റംബർ 15-നാണ് ഫീസ് അടച്ച് വിദ്യാഭ്യാസം അവിടെ തുടങ്ങുന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ ആയപ്പോൾ അടുത്ത ഫീസ് അടയ്ക്കണം. എന്തിന്? എക്സാമിനേഷൻ ഫീസ്. അതും ഒരു 150 രൂപയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് ശമ്പളം കിട്ടി തുടങ്ങി. എൻ്റെ കൂടെ ജോലി ഉണ്ടായിരുന്ന എന്നെ താമസിപ്പിച്ച ഒരു ND തമ്പാൻ, ദാമോദരൻ തമ്പാൻ, ഐ റിമെമ്പർ ഹിസ് നെയിം. ഒരു കാരണവർ, എൻ്റെ അച്ഛൻ്റെ ഏതാണ്ട് സ്ഥാനത്ത് നിൽക്കാവുന്ന ഒരാളാണ്. അത് എന്നെ നന്നായിട്ട് സഹായിച്ചു. ഈ പണം തിരിച്ചു കൊടുക്കണ്ടേ? ഈ 150 രൂപ മുത്തച്ഛനായിരുന്നു വാങ്ങിച്ച് തിരിച്ചു കൊടുക്കുന്ന ജനുവരിയിൽ കൊടുക്കാമെന്നാണ് ഞാൻ ഏറ്റിരുന്നത്. സെപ്റ്റംബർ വാങ്ങിക്കുമ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി. അപ്പോൾ ജനുവരി അടുത്ത് വന്നിട്ടും ഈ കാശൊന്നും തരുന്ന ലക്ഷണം കാണാത്ത ഒരു അന്വേഷണം വന്നു. എന്തായെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ജനുവരിയിൽ കണിശമായിട്ടും കിട്ടും. അപ്പോൾ ജനുവരി 1 ഈ പൊങ്കലാണ്. പൊങ്കൽ, തമിഴ്നാട്ടിൽ പൊങ്കൽ ഉത്സവത്തിന് അത് P&D ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ചിട്ടുള്ള ഉത്സവമാണ്. അത് 75 രൂപ പലിശരഹിത വായ്പ കിട്ടും എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും. ആ 75 രൂപ ഞാൻ വായ്പ എടുത്തു. എന്നെ താമസിപ്പിച്ച തമ്പാൻ അദ്ദേഹത്തിൻ്റെ 75 രൂപ എടുത്തിട്ട് 150 രൂപ ആക്കി ആ കടം ആദ്യം വീഴുന്നു. അത് കഴിഞ്ഞിട്ട് എന്തായാലും കുറച്ചുകൂടെ അപ്പം മാസം തോറും 110 രൂപ എന്നുള്ളത് മാറി 25 രൂപ 50 പൈസ ഡിയർനെസ് അലവൻസ് കിട്ടി. അപ്പം 135 രൂപ 50 പൈസയായി. ഒരുമാതിരി കഷ്ടിച്ച് ഭക്ഷണം കഴിക്കാനും വാടക കൊടുക്കാനും അത്യാവശ്യം ആ കാലത്ത് വീട്ടിലൊരു 50 രൂപ കൊടുക്കാനും ഒക്കെ അതും മതിയാവുമായിരുന്നു. കാരണം നമുക്ക് വലിയ ദുർച്ചലവൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള എനിക്ക് നല്ല ഉറപ്പാണ്. രണ്ടാമത്തെ ഫീസും അടച്ചു. പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കണോ വേണ്ടയോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം പരീക്ഷയ്ക്ക് ഫീസ് അടച്ചാൽ ഈ റെക്കോർഡൊന്നും ശരിയാവത്തില്ല, മാർക്ക് ശരിയാവില്ല, തോറ്റു പോകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഇതിൽ ഫീസ് അടയ്ക്കണ്ട എന്ന് ഞാനൊരു മാനസികമായ തീരുമാനമെടുത്തു. പക്ഷേ പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ അത് സമ്മതിച്ചില്ല. ബാലകൃഷ്ണ പിള്ള അദ്ദേഹം സമ്മതിച്ചില്ല. എന്താ രാജേന്ദ്രൻ ഫീസ് അടയ്ക്കാത്തത്? നമ്മൾ സാറേ ഇതാണ് പഠിത്തം ശരിയായിട്ടില്ല, തോറ്റും പോകുമോന്നൊരു ഭയം, അടുത്ത തവണയാണെങ്കിൽ പഠിച്ചിട്ട് എഴുതാമല്ലോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, വാട്ട് ഈസ് ദി അഷ്വറൻസ് ദാറ്റ് യു വിൽ ഡു ബെറ്റർ നെക്സ്റ്റ് ടൈം? ഫസ്റ്റ് ടൈം ഈസ് ദി ബെസ്റ്റ് ടൈം, റെമിറ്റ് ദി ഫീസ്. ആ കൽപ്പന കേട്ടാൽ പിന്നെ നമുക്ക് സംശയമൊന്നുമില്ല. ഫീസ് എങ്ങനെയോ കടമൊക്കെ വാങ്ങി ഫീസ് അടച്ചു. ഫീസ് അടച്ചിട്ടും പഠനത്തിന് വലിയ ഊർജ്ജസ്വലതയൊന്നും ഉണ്ടായില്ല. കാരണം ആ കാലത്ത് ആ കോളേജിലും ചെറിയ വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ഉണ്ട്. ആ കോളേജിൽ ഞങ്ങൾക്ക് ഈ ISU ആണ്, KSU ഇല്ല, ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻസ് യൂണിയനാണ്. KSU വന്ന് എറണാകുളത്തുമൊക്കെ നിലവിൽ വന്നെങ്കിലും തേവര കോളേജിലൊക്കെ ഉണ്ടെങ്കിലും അവിടെ സനാതനധർമ്മ കോളേജ് ISU, ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻസ് യൂണിയൻ. അപ്പോൾ അതിൻ്റെ പ്രസ്താവനകളൊക്കെ എഴുതുന്ന ജോലി എന്നെ ഏൽപ്പിക്കും. പ്രസംഗവും തല്ലുകൊള്ളലുമൊക്കെ മറ്റുള്ള ആളുകൾ നടത്തിക്കൊള്ളും, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ ഭംഗിയായിട്ട് നടന്നു. പഠനത്തിൽ വലിയ മികവൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുമ്പോൾ ബാലകൃഷ്ണപിള്ള സാർ എന്നെ കണ്ട് പറഞ്ഞു, രാജേന്ദ്രൻ നായർ, നിങ്ങൾ ശരിയല്ല, പഠിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ 150 രൂപ അദ്ദേഹം ഇങ്ങനെ തന്നേക്കാം, ഇതാ പറഞ്ഞത്, നിങ്ങൾ എഴുതണ്ട ഇത്തവണ. അപ്പോൾ ഞാൻ ചോദിച്ചത് സാറേ, അല്ല എൻ്റെ റിസൾട്ട് മോശമാക്കാൻ എഴുതി. അവിടെ 32 പേരോ 30 പേരോ ആണ് BSc കെമിസ്ട്രി എഴുതുന്നത്. ആരും തോക്കാറില്ല.
എൻ്റെ റിസൾട്ട് മോശമാക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല കോളേജിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, അത് റിസൾട്ട് മോശമാക്കത്തില്ല, ഞാൻ ജയിച്ചോളാം എന്ന് പറഞ്ഞു. ഒരു ഉറപ്പ്. ശരി, എനിക്ക് തയ്യാറ്, എന്തായാലും ഫീസ് അടച്ചു പോയല്ലേ. അങ്ങനെ കഷ്ടിച്ച് BSc ഏറ്റവും മിനിമം മാർക്കിൽ BSc ജയിച്ചു ഞാൻ. ബാലകൃഷ്ണപിള്ള സാറിന് കൊടുത്ത വാക്ക് പാലിക്കാൻ അവസരം കിട്ടി. BSc ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം. ഇനി എന്ത്? 2 ഓപ്ഷനുണ്ട് എൻ്റെ മുമ്പിൽ. 2 ഓപ്ഷനുണ്ട്. ഒന്ന്, ആലപ്പുഴ ടെലിഫോൺ എക്സ്ചേഞ്ചുള്ള ജോലി ഞാനൊരു അപേക്ഷ കൊടുത്താൽ എനിക്ക് കായംകുളം അന്ന് ഹരിപ്പാട് ടെലിഫോൺ എക്സ്ചേഞ്ച് ഇല്ല, കായംകുളം ടെലിഫോൺ എക്സ്ചേഞ്ച് കിട്ടും. കായംകുളവും ഹരിപ്പാടും തമ്മിൽ പരമാവധി 10 കിലോമീറ്ററേ ദൂരമുള്ളൂ. വീട്ടിൽ നിന്ന് പോയി ജോലി ചെയ്യാം, നല്ല സൗകര്യമല്ലേ. അത് ഒരു ഓപ്ഷൻ. രണ്ടാമത് ഞാൻ വിചാരിച്ചടാ, എന്തായാലും ഇത്രയൊക്കെ പഠിച്ചു, അപ്പം ഒരു കൊല്ലം ഈ തീരുമാനമെടുക്കാൻ ഉള്ള വൈകിയപ്പോൾ ഞാൻ അവിടെ തന്നെ ഒരു രാമചന്ദ്രൻസ് ട്യൂട്ടോറിയൽസ്, RC ട്യൂട്ടോറിയൽസ് എന്നൊരു സ്ഥാപനം. അപ്പം ഈ സമയം ഒത്തിരി ഉണ്ടല്ലോ, മുഴുവൻ സമയം പഠനവും മുഴുവൻ സമയം മറ്റു പണികളും പിന്നെ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്യൂട്ടോറിയലിൽ 8ാം ക്ലാസ്സുകാരെ, 9ാം ക്ലാസ്, 10ാം ക്ലാസ്സുകാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഏത് വിഷയവും എനിക്ക് പഠിപ്പിക്കാം. അന്നത്തെ ഹൈസ്കൂൾ ലെവലിലുള്ള കണക്കാണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ പഠിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്യൂട്ടോറിയലിലെ ഒരു പാർട്ട് ടൈം ഉദ്യോഗം കൂടെ സ്വീകരിച്ച് കളർകോട് തന്നെ ഒരു വർഷം കൊണ്ട് നിന്നു. അങ്ങനെ നിന്നിട്ട് അടുത്ത വർഷമായപ്പോഴാണ് എനിക്ക് തോന്നിയത് എറണാകുളത്തേക്ക്, കായംകുളത്തേക്ക് വേണ്ട, എറണാകുളത്തേക്ക് സ്ഥലം മാറ്റം ചോദിച്ചു വാങ്ങിക്കുക. എറണാകുളത്ത് വന്നാൽ മഹാരാജാസ് കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ ഇംഗ്ലീഷ് MAക്ക് എനിക്ക് സെക്കൻഡ് ഇയറിലെ ഇംഗ്ലീഷിന് എനിക്ക് MAക്ക് അഡ്മിഷൻ കിട്ടത്തക്കവണ്ണമുള്ള മാർക്കുണ്ട്, വലിയ നല്ല. ഹിന്ദിക്കും എനിക്ക് നല്ല മാർക്ക്, അത് 2ാം വർഷം കഴിയുന്നതാണ് ആ മാർക്ക്. അതിനും എനിക്ക് ഹിന്ദി MAക്കും കിട്ടാൻ സാധ്യതയുണ്ട്. അത് എനിക്കൊരു വലിയ ഓപ്ഷൻ ആയിരുന്നില്ല. നിയമം എൻ്റെ ഒരു ദൃഷ്ടിപഥത്തിൽ വന്ന ഒരു വിഷയമല്ല. ചെറുപ്പകാലത്ത് ആരെങ്കിലും നിയമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തയ്യാറായി ചിന്തിച്ചുറച്ച് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ഒക്കെ തയ്യാറാക്കി, ട്രാൻസ്ഫർ ഓർഡർ ആകുന്നതിന് മുമ്പ് ഓടി വന്നപ്പോഴത്തേക്ക് മഹാരാജാസ് കോളേജിലെ അഡ്മിഷൻ കഴിഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷ് MA പഠിക്കുക എന്നുള്ള മോഹം അങ്ങനെ പൂവണഞ്ഞില്ല. അത് കഴിഞ്ഞ് NE വിശ്വനാഥ അയ്യർ എന്ന് പറഞ്ഞ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മേധാവി. അന്ന് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ മഹാരാജാസ് കോളേജിൻ്റെ ഇപ്പോഴത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് ഒരു 2-4 മുറിയിലുള്ളൊരു കെട്ടിടമുണ്ട്. അവിടെയാണ് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റും ലോ ഡിപ്പാർട്ട്മെൻറ്റും. അപ്പോൾ അവിടുന്ന് അത് ഇവിടെ പോയി ഉടനെ പെട്ടെന്ന് തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റിലെ ഒരു സ്ഥലത്തേക്ക് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് പോയ ആ ഗ്യാപ്പിലാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ NE വിശ്വനാഥനെ ഞാൻ പോയി കണ്ടു. സാർ, ഇങ്ങനെ എനിക്ക് പഠിക്കണം, കടലാസ് കാണിച്ചു. സാർ വാത്മ യു കം, അഡ്മിഷൻ ഗ്രാൻഡഡ് എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും, അപ്പോൾ അവിടെ അത്രയും അത് ഗ്യാരണ്ടി ആയപ്പോൾ ഞാൻ ട്രാൻസ്ഫർ എന്നെ റിലീവ് ആക്കിയിട്ടില്ല. അപ്പോഴും കോട്ടയത്താണ് ഡിവിഷൻ, ആലപ്പുഴയിൽ നിന്ന് റിലീവ് ആക്കണം. അവിടോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടെലിഫോൺ എക്സ്ചേഞ്ച് ഇവിടെ ഒന്ന് അന്വേഷിക്കാം എന്ന് വെച്ച് പതുക്കെ സഞ്ചരിച്ച് വരുമ്പോഴാണ് എറണാകുളം ബോട്ട് ജെട്ടിയുടെ ഓപ്പോസിറ്റാണ് ടെലിഫോൺ എക്സ്ചേഞ്ച് അന്നും ഇന്നും. അത് അല്പം ഇങ്ങോട്ട് മാറുമ്പോഴാണ് ലോ കോളേജ്, ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ അവിടെ ഇത്രയും അടുത്ത് ലോ കോളേജ് ഇരിക്കുമ്പം ഞാനങ്ങ് കാക്കനാട് അവിടെ പോയിട്ട് യൂണിവേഴ്സിറ്റി ചേർന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ, ലോയ്ക്ക് കിട്ടുവാൻ വല്ല വഴിയുണ്ടോ എന്ന് അന്വേഷിക്കാം എന്ന് വെച്ച് ആ ലോ കോളേജിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, അതിലെങ്ങനെ ആരെങ്കിലും ഗ്രാജുവേറ്റ് ആയിട്ട് റോഡിൽ കൂടെ നടന്നു പോയാൽ ബലമായിട്ട് പിടിച്ചു കയറ്റി FLനും BLനും, FLന് ചേർക്കും, FL ഫസ്റ്റ് ലോ ആൻഡ് BL 2 വർഷമേ ഉള്ളൂ ഞാൻ പഠനം. FLന് ചേർക്കും, അഡ്മിഷൻ ഉറപ്പ്. എനിക്ക് മാർക്ക് വളരെ കുറവ്, എന്നാലും കിട്ടും എന്ന് അവർ പറഞ്ഞു. ഞാൻ ഒരു അപേക്ഷ എഴുതി കൊടുത്തു. അപേക്ഷ എഴുതി കൊടുത്തിട്ട് ഞാൻ നേരെ ഈ ടെലിഫോൺ എക്സ്ചേഞ്ചിലെ എൻ്റെ ആദ്യത്തെ മേധാവിയായ ഫെർണാണ്ടസ് എന്നൊരു ആംഗ്ലോ ഇന്ത്യൻ ആണ്, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ട്രങ്ക്സ്. അദ്ദേഹമാണ് ഈ ഡ്യൂട്ടിയൊക്കെ സാങ്ഷൻ ആക്കേണ്ടത്. കാരണം തുടർച്ചയായിട്ട് രാത്രിയിലും സന്ധ്യയ്ക്കും ജോലി ചെയ്യാനുള്ള അനുവാദം കിട്ടണമെങ്കിൽ അവരുടെ കാരുണ്യം വേണം. അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു. ഞാൻ പറഞ്ഞിങ്ങനെ ട്രാൻസ്ഫറായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിന് അപേക്ഷ കൊടുത്തെല്ലാം സാങ്ഷൻ ആയിരിക്കുകയാണ്, വരുന്നതിൻ്റെ ഉദ്ദേശം പഠിക്കുക എന്നുള്ളതാണ്, ലോ കോളേജ് ചിലപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടും, അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ കാരുണ്യം ഉണ്ടാകണം. സർവാത്മന സ്വാഗതം. എഴുന്നേറ്റ് നിന്ന് എനിക്ക് ഷേക്ക് ഹാൻഡ് എന്നിട്ട് പറഞ്ഞു, ഐ ലൈക്ക് ബോയ്സ് ഹു ആർ
ഇൻഡസ്ട്രിയൽ സ്റ്റുഡിയസ് പഠിക്കാൻ താല്പര്യമുള്ളവരെ എനിക്ക് വളരെ ഇഷ്ടമാണ്, വന്നോളാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് ഞാൻ നേരെ അപേക്ഷയുമായിട്ട് ലോ കോളേജിൽ കൊടുത്ത അപേക്ഷയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ ഒരു ചെറിയ പ്രശ്നം. ഈ അപേക്ഷയിൽ ഒരു കോളമുണ്ട്, ആർ യു എംപ്ലോയിഡ്, ഇഫ് സോ ആർ യു പ്രൊഡ്യൂസിങ് റിലീവിങ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ആ കോളം ഫില്ല് ചെയ്യാൻ പറ്റില്ല എനിക്ക്, ഞാൻ എംപ്ലോയിഡ് ആണ്, മറ്റേ സെക്കൻഡ് പറ്റില്ല. അപ്പോൾ അത് ഞാൻ ബ്ലാങ്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് പ്രൊഫസർ ശങ്കരദാസൻ തമ്പിയാണ് എറണാകുളം ലോ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ. യാതൊരു പരിചയവും ഞങ്ങൾ തമ്മിലില്ല. പിന്നീട് മനസ്സിലായി അദ്ദേഹം ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാണെന്ന്. പിന്നീട് പിൽക്കാലത്ത് 2 കൊല്ലം പഠനം കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇത് ഓഫീസിലെ കാര്യം നോക്കിയിട്ട് ഇങ്ങനെയുണ്ട്, നിങ്ങളുടെ അപേക്ഷ ശരിയല്ലല്ലോ, പ്രിൻസിപ്പാളിനെ കാണണം എന്ന് പറഞ്ഞു. പ്രിൻസിപ്പാൾ അന്ന് ലോ കോളേജിൻ്റെ പുതിയ മറ്റേ അസംബ്ലി ഹാളിൻ്റെ ഇപ്പുറത്തുള്ള ഒരു റൂമിലാണ് പ്രിൻസിപ്പാൾ. എന്നെ അവിടെ ഹാജരാക്കി പ്രിൻസിപ്പാളിൻ്റെ മുമ്പിൽ. മിസ്റ്റർ രാജേന്ദ്രൻ നായർ, യുവർ ആപ്ലിക്കേഷൻ ഈസ് ഇൻകംപ്ലീറ്റ് ബൈ ഇറ്റ് ഈസ് സോ ഡെലിബറേറ്റ്ലി സർ എന്നെൻ്റെ മറുപടി. ബൈ ഡെലിബറേറ്റ്ലി ഐ ആം two questions are there. Are you employed? If I say yes, next are you producing relieving certificate? പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വിട്ടു. ഞാൻ നോ എഴുതിയില്ല. നോ എന്ന് എഴുതിയതിനെ കിട്ടിയനെ. നോ എന്ന് എഴുതിയ പലർക്കും കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒപ്പം അതേ ടെലിഫോൺ എക്സ്ചേഞ്ച് വർക്ക് ചെയ്തവർ കിട്ടിയിട്ടുണ്ട്. അവർ പിന്നീട് എന്നേക്കാൾ ഉയർന്ന സ്ഥാനങ്ങളിൽ വന്ന് ഞാനായിരുന്നൊന്നും പറയുന്നില്ല. നോ എന്ന് എഴുതിയാൽ മാത്രം മതിയായിരുന്നു കേട്ടോ. അതൊന്നും നമുക്ക് ധാരാളം പേര് അന്ന് എറണാകുളം ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ജോലിയുള്ള ഗ്രാജുവേറ്റ്സ് ഇഷ്ടംപോലുണ്ടല്ലോ. മാർക്കുള്ളവരല്ലേ കിട്ടുള്ളൂ, SSLCയുടെ മാർക്ക്. അപ്പോൾ അവരൊക്കെ തന്നെ പലരും ഇവിടെ പഠിച്ചിട്ടുണ്ട്. ആർക്കും ഈ വൈതരണി വന്നില്ല, എനിക്ക് വന്നു. ഞാനൊരു സത്യം പറയാൻ പോയതുണ്ടാകും. പക്ഷേ എങ്കിലും സത്യം തന്നെ പറയാൻ പാടുള്ളൂ എന്നുള്ള നിഷ്കർഷം എനിക്ക് സത്യത്തിൽ നിന്നുമുണ്ട് കേട്ടോ. പക്ഷേ അത് ഓവർകം ചെയ്യാൻ പറ്റി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശങ്കരദാസൻ തമ്പി സാർ എന്നോട് പറഞ്ഞു, അപ്പോൾ ഞാൻ ഇതാ കാരണം പറഞ്ഞു, യെസ്, സിൻസ് യു ആർ എൻ ഓണസ്റ്റ് ബോയ്, I give you 10 days time. Do the needful, produce a NOC from the immediate superior, immediate officer. NOC, no objection certificate മതി, എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അതും കൊണ്ട് പെട്ടെന്ന് ഈ കഥാപുരുഷൻ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഫെർണാണ്ടസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് വീണ്ടും. സാർ അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു കടലാസ് വാങ്ങിച്ച് ഈ അപേക്ഷ എഴുതി കൊടുത്തു. എനിക്കിങ്ങനെ അഡ്മിഷൻ ലോ കോളേജിൽ കിട്ടാൻ സാധ്യതയുണ്ട്. I request you may kindly issue an NOC for prosecuting my studies while I am undergoing employment. Yes, issue. എഴുതി കൊച്ചുണ്ണി എന്ന ഹെഡ് ക്ലാർക്കിനെ വിളിക്കുന്നു. ഹെഡ് ക്ലാർക്ക് നോക്കിയിട്ട് ഓടി അയാളുടെ സീറ്റിലേക്ക് പോയിരുന്നു. അരമണിക്കൂർ ഫയലൊക്കെ തപ്പി, ഗവൺമെൻറ് ഓർഡറൊക്കെ തപ്പിയിട്ട് തിരിച്ചു വന്ന് അങ്ങനെ NOC കൊടുക്കാൻ പ്രൊവിഷൻ ഇല്ല. അപ്പം ഫെർണാണ്ടസ് പറയുകയാണ്, ദി വെരി പർപ്പസ് ഓഫ് ഹിസ് കമ്മിങ് ഓൺ ട്രാൻസ്ഫർ ഫ്രം ആലപ്പുഴ ടു എറണാകുളം ഈസ് ടു കണ്ടിന്യൂ ഹിസ് സ്റ്റഡീസ്, അതർവൈസ് ഹി വുഡ് ഹാവ് ഗോൺ ടു ഹരിപ്പാട് ഓർ കായംകുളം. ഐ ഹാവ് പ്രോമിസ്ഡ് ടു ഗീവ് ദിസ് NOC ടു ഹിം, യു ഇഷ്യൂ ഇറ്റ്. ഇത്രയും പറഞ്ഞിട്ട് അതിൽ ഒരു ചോദ്യം കൂടെ ചോദിച്ചു ഫെർണാണ്ടസ്. ഈസ് ദർ എനി ഓർഡർ സേയിങ് സച്ച് NOC ഷുഡ് നോട്ട് ബി ഇഷ്യൂഡ്? അന്ന് നമുക്ക് നിയമമൊന്നും അറിയില്ലെങ്കിലും 2-3 തത്വങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ 2-3 തത്വങ്ങൾ, ഒരു പ്രോമിസ് കൊടുത്തു, ഒരുത്തൻ പൊസിഷൻ ചേഞ്ച് ചെയ്ത്, പ്രോമിസറി എസ്റ്റോപ്പൽ നമ്മൾ പറയില്ലേ, ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ നമ്മൾ ഇന്ന് പറയും. തന്നെയല്ല, ഹൗ എ പ്രൊവിഷൻ ഓഫ് ലോ ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ഇൻ എ മീനിങ് മാനർ ടു സബ്സർവ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ബെനിഫിഷ്യറി. കുഴപ്പമൊന്നുമില്ലല്ലോ, ആർക്കും അപകടമില്ലാത്ത കാര്യമാണ്. അതെല്ലാം അത് കേട്ട് പിന്നീട് മനസ്സിലാക്കിയടാ, ഈ മനുഷ്യൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്. നല്ല പ്രായമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, പ്രൊമോട്ടിയായിട്ട് വന്നാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അറിവ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം കൊണ്ടും എനിക്ക് NOC കിട്ടി. അപ്പോൾ NOC കിട്ടിയപ്പോൾ എനിക്ക് ലോ കോളേജിൽ പഠിക്കാം, ടെലിഫോൺ എക്സ്ചേഞ്ച് മുഴുവൻ സമയം ജോലി ചെയ്യാം. ഒപ്പം ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്ത് നേരത്തെ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് തന്നെ ആലപ്പുഴയിൽ ഉള്ള സെപ്റ്റംബർ മുതൽ ഈ വരുന്ന വരെയുള്ള കാലഘട്ടം കൊണ്ട് ഞാൻ അവിടുത്തെ യൂണിയൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയി കഴിഞ്ഞിരുന്നു. ആൾ ഇന്ത്യ ടെലിഗ്രാഫ് എഞ്ചിനീയറിംഗ് എംപ്ലോയീസ് യൂണിയൻ ക്ലാസ് 3. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് എനിക്ക് തൊട്ട് മുമ്പുള്ള PV ചന്ദ്രശേഖരൻ
കണ്ണൂരേക്ക് സ്ഥലം മാറിപ്പോയത്. അതിൽ അടുത്ത കാലത്ത് മരിച്ചുപോയി. 1965 ഘട്ടത്തിൽ അദ്ദേഹം ട്രാൻസ്ഫർ ആയിട്ട് കണ്ണൂരേക്ക് പോയപ്പം അടുത്ത ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് എന്നെ എലക്ട് ചെയ്തു. ആ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പഠനവും ഈ ഇതെല്ലാം കൂടെ പിന്നീട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ